जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी गोपी जन वल्लभा गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरा वनचारि जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा नित्य गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल नित्याय गौर हरि बोल हरि बोल हरि बोल नित्याय गौर हरि बोल ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. വെൽക്കം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഒരു മിനിറ്റ് മാജി. ഭഗവാന്റെ കൃപയാലും ഗുരുമഹാരാജിന്റെ കൃപയാലും ഡിവോട്ടീസിന്റെ കൃപയാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശ്ലോകം എന്ന് പറയുന്നത് ഭാഗവതം ഒന്നാമത്തെ കാണ്ഡം ഒന്നാമത്തെ കാൻഡോ മൂന്നാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകമാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ഞാനും നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റാനും അത് ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭാഗവതം മനസ്സിലാക്കാനുള്ള കീ ആയിട്ടുള്ള ഗുരുമഹാരാജ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രഭു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നമുക്ക് 3 തവണ എല്ലാവരും മനസ്സിലെത്തി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്കിത് നമ്മുടെ തലയിലോട്ട് കയറട്ടെ, നമ്മുടെ ഹൃദയത്തിലോട്ട് പോകട്ടെ. ഭാഗവതം എങ്ങനെയാണ് ശ്രവണ മാധുര്യമായിട്ട് അമൃതമായിട്ട് ചെവിയിലൂടെ ഹൃദയത്തിലേക്ക് പോകുന്നെന്ന് പറയുന്നത് അതുപോലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവട്ടെ. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ആരാണോ എപ്പോഴാണോ ഭഗവാന്റെ ലീലകൾ, നാമങ്ങള്, ഗുണങ്ങള് ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോഴും ആ നിമിഷം തന്നെ നമ്മൾ ഭഗവാൻ എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയകമലങ്ങളിലേക്ക് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാൻ നമ്മുടെ ഹൃദയകമലങ്ങളിലേക്ക് വരാനായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്തൊരു 45 മിനിറ്റിലത്തേക്ക് മാറ്റി വെക്കുക. ഭഗവാന് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കാനുള്ള സ്പേസ് കൊടുക്കുക. കുറെ ആളുകൾ ഇപ്പോൾ തിരക്കിലായിരിക്കും, കുക്കിങ്ങിലായിരിക്കും, കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള തിരക്കായിരിക്കും. എന്നിരുന്നാലും ആ സമയത്തിനിടയ്ക്കും നമ്മൾ കുറച്ചു നേരം ഭഗവാന് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്ഥലം കൊടുക്കുക. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ
वासुदेवाय। ओम नमो भगवते वासुदेवाय। यदि ईशो परता देवी माया वैशारदी मतिः संपन्ना एवेति विधो महीम्नि स्वे महीयते। यदि ईशो परता देवी माया वैशारदी मतिः संपन्न एवेति विधो महीम्नि स्वे महीयते। यदि അങ്ങനെയായാലും എത്രയായാലും യേഷ അവർ ഉപരത വശമിച്ചു ദേവീമായ മായാശക്തി വൈശാരഥി വിജ്ഞാന സമ്പൂർണം മതിഹി പ്രബുദ്ധ സമ്പന്ന സമൃദ്ധമാക്കുക ഏവ നിശ്ചയമായും ഇതി അപ്രകാരം വിദുഹു അഭിജ്ഞാനമുള്ളവരായി തീരുക മഹീംനി മഹാത്മ്യങ്ങളിൽ മഹാത്മ്യങ്ങളും സ്വേ ആത്മാവിൽ മഹീയതേ സ്ഥാപിതമായിരിക്കുന്ന വിവർത്തനം ശിലപ്രഭുപാദ് കി ജയ്. ഭഗവത് കൃപയാൽ മായാപ്രഭാവം ശമിക്കുകയും ജീവാത്മാക്കൾ വിജ്ഞാനത്താൽ സമ്പൂർണമായി സമ്പന്നരാകുകയുമാണെങ്കിൽ അനന്തരം അവൻ തൽക്ഷണം ആത്മസാക്ഷാത്കാരത്തിൽ പ്രബുദ്ധനാകുകയും അപ്രകാരം അവന്റെ സ്വമഹാത്മ്യത്തിൽ നിവിഷ്ടനായി തീരുകയും ചെയ്യുന്നു. ശിലപ്രഭുപാദിക്ക് ജയ്. ഭാവാർത്ഥം ശിലപ്രഭുപാദിക്ക് ജയ്. ഭഗവാൻ സർവാതിശായിയും സർവാതിശയനും അതീന്ദ്രിയ നിരപേക്ഷനുമാകയാൽ ഭഗവാന്റെ സർവനാമങ്ങളും രൂപങ്ങളും ലീലകളും ഗുണങ്ങളും സന്തത സഹചാരികളും ശക്തികളുമെല്ലാം ഭഗവാനിൽ നിന്നും അഭിന്നങ്ങളാണ്. ഭഗവാന്റെ അനന്തര ശക്തിക്കനുസൃതമായി ഭഗവത് ശക്തികൾ പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ അതേ ശക്തി തന്നെയാണ് ആന്തരികവും ബാഹ്യവും പ്രാന്തീയവുമായ ശക്തികളായി പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല ഭഗവാന്റെ അനന്ത ശക്തിയാൽ ഭഗവാൻ എന്തും ഏതും മുൻ പറഞ്ഞ ഏതെങ്കിലും ശക്തികളുടെ കർത്തവ്യത്താൽ നിർവഹിക്കുന്നു. സ്വ ഇച്ഛയാൽ ബാഹ്യശക്തിയെ ആന്തരിക ശക്തിയായി രൂപപ്പെടുത്താൻ ഭഗവാന് കഴിയുന്നു. ഭൗതിക ശക്തിയുടെ മായിക പ്രപഞ്ചം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാക്കളെ മായാ വ്യാമോഹത്തിന് വിധേയമാക്കാൻ നിയുക്തമായ ഭഗവാന്റെ ബാഹ്യശക്തി ബദ്ധാത്മാക്കളുടെ പശ്ചാത്തലത്തിലൂടെയും തപസ്യയിലൂടെയും ഭഗവത് ഇച്ഛയാൽ പ്രശമിക്കുന്നു. മാത്രവുമല്ല അതേ ശക്തി അനന്തരം പരിശുദ്ധ ജീവാത്മാക്കളെ ആത്മസാക്ഷാത്കാര പാതയിൽ ഉന്നമനത്തിന് സഹായമാകാം വിധം പ്രവർത്തിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുത ശക്തിയുടെ ദൃഷ്ടാന്തം അത്യുത്തമമാണ്. അനുയോജ്യമായ ക്രമീകരണത്തിലൂടെ മാത്രം വൈദ്യുതി വിദഗ്ധൻ ഒരേ വിദ്യുത് ശക്തിയെ ചൂടാക്കാനും തണുപ്പിക്കാനും വിനിയോഗിക്കുന്നു. അതേപോലെ ജനന മരണ ആവർത്തന ചക്രത്തിൽ ജീവാത്മാക്കളെ സംഭ്രാന്തരാക്കുന്ന ബാഹ്യശക്തി ഭഗവത് ഇച്ഛയാൽ ആന്തരിക ശക്തിയായി രൂപാന്തരം പ്രാപിച്ച് ജീവാത്മാക്കളെ ശാശ്വത ജീവിതത്തിലേക്ക് നയിക്കുന്നു. അപ്രകാരം എപ്പോൾ ജീവാത്മാക്കൾക്ക് ഭഗവത് അനുഗ്രഹം ലഭിക്കുന്നുവോ അപ്പോൾ അവൻ ശാശ്വതമായ ആത്മീയ ജീവിതം ആസ്വദിക്കാനായി അവൻ്റെതായ ഉചിത വ്യവസ്ഥാപിത പദവിയിൽ നിവേശിക്കപ്പെടുന്നു. ശിലപ്രഭുപാദ് കീ ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമഹ്യം തദാദി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപതകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാനാദിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണരഘുനാഥാം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം
ശ്രീ രാധാകൃഷ്ണപാദം ശരണലളിതാ ശ്രീ വിശാഖാന്വിതാം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേ വിജാപതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മാതാജി കൺഫേം ചെയ്തു. നമുക്കിപ്പം പ്രഭുപാദ ട്രാൻസ്ലേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇന്ന് സെപ്പറേറ്റ് പോയിന്റ് എഴുതാനായിട്ട് ഉള്ള, യൂഷ്വലി വിവർത്തനത്തിൽ എന്ത് പ്രഭുപാദ പറഞ്ഞിരിക്കുന്നു, ഭാവാർത്ഥത്തിൽ എന്ത് പ്രഭുപാദ പറഞ്ഞിരിക്കുന്നുള്ള പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നിവിടെ നോക്കിയാല് പോയിന്റ്സ് എഴുതാനായിട്ടില്ല, അത് എല്ലാം പോയിന്റ്സ് ആണെന്ന്. സാധാരണ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് എഴുതും. പക്ഷെ ഇന്ന് വന്നിട്ട് പ്രഭുപാദ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും ഒരു ഫസ്റ്റ് സെന്റൻസിന്റെ വിവർത്തനത്തിൽ ഫുൾ അതിന്റെ കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഭഗവത് കൃപയാൽ മായാപ്രഭാവം ശമിക്കുകയും ജീവാത്മാക്കൾ വിജ്ഞാനത്താൽ സമ്പൂർണമായി സമ്പന്നരാകുകയാണെങ്കിൽ അനന്തരം അവർ തൽക്ഷണം ആത്മസാക്ഷാത്കാരത്തിന് പ്രബുദ്ധനാകുകയും അപ്രകാരം അവന്റെ സ്വമഹാത്മ്യത്തിൽ നിവിഷ്ടനായി തീരുകയും ചെയ്യുന്നു. പ്രഭാതത്തിനകത്ത് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്വമഹാത്മ്യത്തിൽ, നമ്മുടെ റിയൽ ഫോമിലോട്ട് നമ്മൾ എത്തുന്നത്, അത് എങ്ങനെയൊക്കെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തന്നെ ഗ്ലോറിയിൽ, അല്ലെ നമ്മുടെ മഹാത്മ്യം, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളത് പ്രഭുപാദ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ കൃപയാൽ, ഈ ഒരു പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇതിനകത്ത്. ഭഗവത് കൃപയാൽ മായാപ്രഭാവം ശമിക്കുന്നു. നമുക്കെല്ലാവരും അറിയാം, നമ്മളിങ്ങനെ എപ്പോഴും പറയും പ്രഭു അത് മായയാണ്, മാതാജി അത് മായയാണ്, നമ്മൾ പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രഭുപാദിന്റെ ബുക്സ് വായിക്കുന്നിട്ട് നമ്മൾ മായയിൽ അകപ്പെട്ടു പോകും, നമ്മൾ മായയിലാണ്. ചില ഡിവോട്ടീസ് തമാശയ്ക്ക് പറയും പ്രഭു എന്നെ മായ പിടിക്കത്തില്ല, കാര്യം ഞാൻ മായയുടെ വയറ്റിനകത്താണ്, ആരും വയറ്റിനകത്ത് കൈയിട്ട് പിടിക്കത്തില്ലല്ലോ. തമാശയ്ക്ക് പറയുന്നതായിരിക്കും, ഒന്ന് രണ്ട് റെഫറൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു സീരിയസ് മാറ്റർ ആണ്. ഒരു ഞാൻ ഇന്നലെ ജയപ്രകാശ് സ്വാമി മഹാരാജിന്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടായി. അപ്പം അത് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. പരമഭാഗവതര്, പരമഭക്തര്, ഭഗവാന്റെ മെസ്സഞ്ചേഴ്സ്, ഗുരുമഹാരാജന്മാർ, ഇപ്പം ജയദാസ് മഹാരാജായാലും മഹാവിഷ്ണു മഹാരാജായാലും എൻ്റെ ഗുരുവായാലും എല്ലാവരും നമ്മളെപ്പോലത്തെ ഓരോരോ ജീവാത്മാക്കള് കോടാനുകോടി ജന്മങ്ങളായിട്ട് നമ്മള് ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമുക്കത് അറിയാൻ പറ്റത്തില്ല. അതിന്റെ ആ പവറിനെ പറ്റി പ്രഭാത് ഇവിടെ മെൻഷൻ ചെയ്യാനുണ്ട്. മായ എന്തുമാത്രം ശക്തിയുള്ള ആളാണെന്ന്. ഇപ്പൊ ഞാനിപ്പോ ഇരുന്ന് ഈ റെഫറൻസ് എല്ലാം നോക്കി പറഞ്ഞാലും നമ്മളെല്ലാ പേരും ഇതിന്റെ അകത്ത് തന്നെയാണ്. ഇതൊന്നൊരു മോചനമില്ല. അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വേറെ ഓപ്ഷൻസ് നമ്മുടെ ഫ്രണ്ടിലില്ല. പക്ഷേ ഇവിടെ പ്രഭുപാദ് പറയുന്ന ഈ ശ്ലോകത്തില്, ഭാഗവത്തിൽ പറയുന്നത് നമുക്ക് എങ്ങനെ ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മായാശക്തിയിൽ നിന്ന് മാറിയിട്ട് ഭഗവാനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത്. ഇതിനു മുന്നേക്ക് നമ്മൾ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, ഭഗവാന്റെ ശക്തി, വിരാട രൂപം, ഭഗവാന്റെ അവതാരങ്ങൾ, ഇതെല്ലാം പഠിച്ച എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ്സിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ക്യാൻഡോയിൽ ഈ പ്രോസസ് എല്ലാം പഠിച്ച് സെക്കൻഡ് ക്യാൻഡോ, തേർഡ് ക്യാൻഡോ, 10th ക്യാൻഡോ വരുന്ന സമയത്താണ് ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും നാമങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സാക്ഷാൽ കൃഷ്ണൻ, പരമദിവ്യോത്തമോ പുരുഷനായ ഭഗവാൻ കൃഷ്ണനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ കഥാമൻ പ്രൂഫ് പറഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ആ സമയത്ത് ഇത് ദിവസം നമ്മൾ ഒരു ശ്ലോകം വെച്ചാണ് കവർ ചെയ്ത് പോകുന്നത്. ആ ടൈമിൽ 10th ക്യാൻഡോ എത്തുമ്പോൾ നമ്മളിൽ എത്ര പേര് നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടാവും എന്ന് നമുക്കറിയത്തില്ല. അതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എന്തുമാത്രം ദിവസങ്ങളെടുക്കും, എന്തുമാത്രം വർഷങ്ങളെടുക്കും. നമ്മളെ കഴിഞ്ഞ ദിവസം പ്രധാന പ്രൂഫ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് എന്തായാലും കാണില്ല. നമുക്ക് തന്നെ അറിയാം, കൂടെയുള്ളവര്, പരമാനന്ദ പ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് 39 വയസ്സാണ്. ഉറങ്ങി
എല്ലാം സംസാരിച്ചു. കാറിന്റെ ലോൺ എടുക്കണം, എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് ബാങ്കിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ കഴിക്കുമ്പോൾ ആൾ കഴിക്കുന്നില്ല, മരിച്ചുപോയി. ഡോക്ടർമാർ പറയുന്ന അറ്റാക്ക് ആണെന്നാണ്. പക്ഷെ ഭഗവാൻ കൊടുത്തു വിട്ടിരുന്ന ശ്വാസത്തിന്റെ എണ്ണം കഴിഞ്ഞു. ആ പ്രാണൻ പോയെന്ന് പറയില്ല, പ്രാണന്റെ എണ്ണം കഴിഞ്ഞു, തീർന്നു. നമ്മുടെ അക്കൗണ്ടിൽ എത്ര പ്രാണനാണുള്ളത് നമുക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല നമുക്ക് അത് ദർശിക്കാനുള്ള ശേഷിയില്ല. പക്ഷെ ഗുരുമഹാരാജന്മാർക്ക് അറിയാം. നമ്മുടെ ഓരോ പരമഭക്തർക്കും നമ്മളെ കാണുമ്പോഴേ അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര സമയമുള്ളൂ. പക്ഷെ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഗുരുമഹാരാജ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത്. നമുക്ക് പലർക്കും പല ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ടെമ്പിൾ കെട്ടണം, രാധാ മദൻ മോഹൻ കെട്ടണം, പ്രളാ സ്കൂള് ചെയ്യണം, ഭാഗവതം പഠിക്കണം, അത് പ്രചരിപ്പിക്കണം. ഈ ഇൻഫർമേഷൻ പ്രഭുപാദിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് പ്രഭുപാദ് എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ നിമിത്തം പോലും ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഭഗവത് കൃപയാൽ മായാപ്രഭവം ശമിക്കുക. ആ മായാപ്രഭാവം ശമിച്ചത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് 8 to 8:45 ക്ലാസ്സിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചൂസ് ചെയ്ത ആളുകളാണ്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഇവിടെ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. നമ്മളിത് കേട്ടിട്ട് നമ്മൾ കേട്ടാൽ മാത്രം പോരെ, ഇതിനു മുന്നേ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇത് പറഞ്ഞുകൂടെ കൊടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഭഗവാന്റെ കൃപയാൽ മായാശക്തി എന്ത് ചെയ്യുന്നു? ശമിക്കുന്നു. ഭഗവാന്റെ കൃപയാൽ മായാശക്തി ശമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നോളേജ് വരും, വിജ്ഞാനം വരും. ആ വിജ്ഞാനം കിട്ടി നമ്മൾ വിജ്ഞാനത്തിൽ സമ്പന്നരാകുകയാണ് പറയുന്നത്. അവര് അങ്ങനെ സമ്പന്നരാകുന്ന സമയത്താണ് നമ്മൾ എന്താവുന്നത്? ആത്മസാക്ഷാത്കാരത്തിൽ പ്രബുദ്ധരാകുകയും ചെയ്യുന്നു. നമ്മൾ ആരാണ്, എന്റെ റിയൽ ഫോം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. അടുത്ത പ്രഭുപാദ ഭാവാർത്ഥത്തിൽ കുറെ പോയിന്റുകൾ പറയാനുണ്ട്. ഭഗവാന്റെ സർവാതിശയാണ് ഭഗവാൻ. അതീന്ദ്രിയ നിരപേക്ഷണമാകൽ, ഭഗവാന്റെ ഗുണം, നാമങ്ങള്, ലീലകള്, സന്തോഷായ, ഇതെല്ലാം ഭഗവാനിൽ നിന്ന് അഭിന്നങ്ങളാണ്, വ്യത്യാസമില്ല. ഭഗവാനിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ഭഗവാന്റെ അനന്തര ശക്തിക്കനുസൃതമായ ഭഗവത് ശക്തിയിൽ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ അതേ ശക്തി തന്നെയാണ് ആന്തരികവും ബാഹ്യവും പ്രാന്തികവുമായ ശക്തികളായി പ്രവർത്തിക്കുന്നത്. ഭഗവാന് നമുക്കറിയാം ആന്തരിക ശക്തിയുണ്ട്, തടസ്ഥ ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്. ഇത് തന്നെയാണ് ഇതെല്ലാമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. പ്രഭുപാദ് ഇവിടെ വേറൊരു കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ ആന്തരിക ശക്തിയാൽ ഭഗവാൻ എന്തും ഏതും മുൻപറഞ്ഞ ഏതെങ്കിലും ശക്തികളുടെ കർത്തവ്യത്താൽ നിർവഹിക്കുന്നു. ഇച്ഛയാൽ ബാഹ്യശക്തിയെ ആന്തരിക ശക്തി രൂപമായിപ്പെടുത്താൻ ഭഗവാന് കഴിയുന്നു. ഇത് എനിക്കും ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ ആയിരുന്നു. എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ഭഗവാൻ ആന്തരിക ശക്തിയുണ്ട്, സാക്ഷാൽ ഭഗവാനായിട്ട് ബഹിരംഗ ശക്തി, അതടസ്ഥ ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്. ഈ 3 ശക്തികളാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷെ ഭഗവാന് ഈ ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഭഗവാൻ എന്തും ഏതും ചെയ്യാൻ പറ്റും. ഇത് ജയപ്രകാശ് സ്വാമി മഹാരാജിന്റെ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നുണ്ടായി. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു തവണ മഹാദേവൻ വന്നിട്ട്, പാർവതി ദേവി വന്നിട്ട് ഉദ്യാനത്തിൽ പൂക്കളും കാര്യങ്ങളും എല്ലാം നോക്കി അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അവിടുത്തെ പരിചാരികരമായിട്ട് നിന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഭൂമി കുലുക്കം പോലെ തോന്നുന്നു. എല്ലാം കുലുങ്ങാൻ തുടങ്ങി. പാർവതി ദേവി വന്നിട്ട് താഴേക്ക് നോക്കുകയാണ്. ഗ്രഹങ്ങൾ നോക്കുമ്പോൾ 14 ലോകങ്ങളും മൊത്തത്തിൽ കുലുങ്ങുന്നു. പ്രളയ സമാനമായ ഒരു അന്തരീക്ഷത്തിന്റെ തുടക്കം. ദൂരെ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു, ഗൗരംഗ 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 ഗൗരംഗ, ഭയങ്കര പാട്ട് കേൾക്കുന്നു. പാർവതീദേവി നോക്കിയപ്പോ മഹാദേവന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പാർവതീദേവി ഓടി. എന്താണ് അവിടെ നിൽക്കാൻ വയ്യ. ഇത് ശ്രീമന്ത എന്ന് പറയുന്ന ഒരു ശ്രീമന്ത ദ്വീപിലാണ് ഈ സംഭവം നടക്കുന്നത്. കൈലാസത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് പാർവതീദേവി ഓടി ചെന്നിട്ട് നോക്കാൻ നേരത്ത് മഹാദേവൻ ഒരേ ഡാൻസ്. മഹാദേവൻ, എല്ലാവർക്കും മഹാദേവൻ അറിയാം, ഫേമസ് അറിയാം, താണ്ഡവ നൃത്തം കേട്ടിട്ടുണ്ട്. മഹാദേവൻ സന്തോഷം വന്നാലും ഡാൻസ് ചെയ്യും, ദേഷ്യം വന്നാലും ഡാൻസ് ചെയ്യും. അങ്ങനെ ഭയങ്കരമായിട്ട് മഹാദേവൻ ഡാൻസ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്നത്? ഗൗരംഗ 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 എന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്യാണ്.
പാർവ്വതീദേവി ഇത് കണ്ട് പേടിച്ചിട്ടും അതിശയം കൊണ്ടും അത് കേട്ട് പാർവ്വതീദേവിക്ക് സന്തോഷം വരെയാണ് ഗൗരംഗ ഗൗരംഗ എന്ന് കേട്ടിട്ട്. അപ്പൊ പാർവ്വതീദേവി സ്വാമി സ്വാമി എന്ന് വിളിക്കും, കണ്ടിന്യൂസ്ലി വിളിക്കും. വിളിക്കാൻ നേരത്ത് മഹാദേവൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, എന്താണ് സംഭവം, ഞാൻ നല്ല രീതിയിൽ സന്തോഷം നിന്നാണ്. മഹാദേവൻ ചോദിക്കും, യെസ് അല്ലയോ ദേവി, ഞാൻ ഇത്രയും സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു, എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ദേവി പറയും, ഇത് പ്രളയത്തിന്റെ സമയമല്ല, ലോകങ്ങളെല്ലാം കുലുങ്ങിയാണ്, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. അപ്പം മഹാദേവൻ ഒന്നും മിണ്ടാതിരിക്കും. അതൊക്കെ പോട്ടെ, അങ്ങൊരു പേര് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, ഗൗരംഗ 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 എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ആ പേരെന്ന് ചോദിക്കും. അപ്പൊ മഹാദേവൻ പറയും, മഹാദേവൻ മനസ്സിൽ ആദ്യം വിചാരിക്കും, എന്റെ ആ എക്സ്റ്റസി, അതീന്ദ്രിയമായിട്ട് ഞാൻ നിന്ന പെട്ടെന്ന് അതങ്ങ് പോയി. പക്ഷെ ദേവി വളരെ സിൻസിയർ ആയിട്ടും വളരെ സീരിയസ് ആയിട്ടും ആഗ്രഹത്തോട് ചോദിക്കാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു കൊടുക്കും, ഗൗരംഗൻ എന്ന് പറയുന്നത് കൃഷ്ണൻ കലിയുഗത്തിൽ അവതരിക്കുന്നുണ്ട്, കൃഷ്ണനും രാധാറാണിയും കൂടെ. അതൊരു പ്രത്യേകതയുണ്ട്. സാധാരണ അവതാരങ്ങളെ പോലെ ആരെങ്കിലും എന്താ പറയാ, ഭക്തരെ രക്ഷിക്കാൻ ഭഗവാൻ വരുമല്ലോ. നമ്മൾ എന്താ പറയുന്നത്, ഭക്തരെ രക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും. ഇത് ദുഷ്ടരെ നിഗ്രഹിക്കാനല്ല, ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം, കൃഷ്ണപ്രേമം കൊടുക്കാൻ വേണ്ടി മാത്രം, സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ, പ്രേമം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അവതരിക്കുന്നുണ്ട്. അപ്പോ പാർവ്വതീദേവി പറയും, ഞാനിത് കേട്ടിട്ടുണ്ട്, പക്ഷെ പേരെങ്ങനെ കിട്ടി, ഇത് ഇങ്ങനെയാണോ പറയാം, ഇത് ഗൗരംഗ ഗൗരംഗ എന്ന് ഭഗവാന്റെ പേരാണ്, ഗൗരവർണ്ണത്തിലാണ് ഭഗവാൻ വരുന്നത്. അപ്പം പാർവ്വതീദേവിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി, എനിക്ക് ഭഗവാനെ കാണണം, ഞാൻ എങ്ങനെ ഭഗവാനെ കാണും, അങ്ങ് ഇത്രയും സന്തോഷിച്ചല്ലോ, ഭഗവാന്റെ ദർശനം അങ്ങ് കിട്ടിയില്ല, അങ്ങ് എനിക്കൂടെ എനിക്ക് ദർശനം കിട്ടണം. പറയാൻ നേരത്ത് പറയും, അത് ഇനി ഭഗവാനെ കാണണമെങ്കിൽ എവിടെ പോണം, നവദ്വീപിൽ പോണം, ഭഗവാൻ നവദ്വീപിൽ അവതരിക്കും. അപ്പോ പ്രഭാത് ഇവിടെ പറഞ്ഞതുപോലെ എന്താണ്, നമ്മള് ഒരു ജീവൻ സീരിയസ് ആയിട്ട് പശ്ചാത്തപിക്കുകയും തപസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് പറയാൻ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കാണുമെന്നാണ്. ഇത് ആർക്കറിയാം? പാർവതി ദേവിക്ക് അറിയാം. നമ്മളെ പോലെ സാധാരണ സോൾസ് അല്ല, ഭയങ്കരമായിട്ട് എലിവേറ്റഡ് ആയിട്ടുള്ള സോൾസുകളാണ്, ആത്മാക്കളാണ്. ഭഗവാനുമായിട്ട് വളരെ കണക്ഷൻ ഉള്ളവരാണ്, പരമഭക്തനായ മഹാദേവന്റെ പത്നിയും കൂടെയാണ്. അപ്പം അവർക്കെല്ലാം ഈ സ്പിരിച്വൽ നോളജ് വളരെ നല്ല രീതിയിലുള്ളവരാണ്. അപ്പൊ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർവതി ദേവി ഭയങ്കരമായിട്ട്, പാർവതി ദേവി പറയും, ഞാനൊരു പിശാചാണ്, എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് കൃഷ്ണനെ രാധാറാണിയെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഹൃദയം പൊട്ടി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും. ആരാണോ എപ്പോഴാണോ വളരെ സീരിയസ് ആയിട്ട് ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വന്നിട്ട് ഭഗവാൻ ദർശനം കൊടുക്കും. അങ്ങനെ ഭഗവാൻ മാനിഫെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് മഹാരാജ്. ദേവദാസ്വാമി മഹാരാജ് പറഞ്ഞത്, ഭഗവാൻ വന്നിട്ട് ഗൗരംഗനായിട്ട് അവതരിക്കുന്നതിന് മുന്നേ തന്നെ പാർവതി ദേവിക്ക് ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. പാർവതി ദേവിക്കാണ് ആദ്യം ദർശനം കൊടുക്കുന്നത് ഗൗരംഗനായിട്ട്. പാർവതി ദേവി നോക്കുമ്പോൾ സാക്ഷാൽ കൃഷ്ണൻ, പെട്ടെന്ന് നോക്കുമ്പോൾ സാക്ഷാൽ രാധാറാണി കൃഷ്ണനും കൂടെ നിൽക്കുന്നത്. പാർവതിദേവിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ, ഭയങ്കര പാർവതിദേവി ആക്ച്വലി ഭഗവാൻ തിരക്കി പോവുകയാണ്. പോയി ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ആ വിഷമത്തിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാൻ ദർശനം കൊടുക്കുന്നത്. ആ സ്ഥലത്തിന്റെ പേര് ആക്ച്വലി രാധാറാണിയുടെ പേരെന്ന് വെച്ചാൽ ശ്രീമന്ത എന്നാണ്. ശ്രീമന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടീഷൻ ഓഫ് ദ ഹെയർ ഉണ്ടല്ലോ, നമ്മുടെ ഈ നമ്മൾ വരിപ്പ് എന്നൊക്കെ പറയും. അപ്പൊ ശ്രീമന്ത എന്നായിരുന്നു രാധാറാണിയുടെ പേര്. അപ്പൊ പാർവതി ദേവിയുടെ പേര്. അപ്പൊ പാർവതി ദേവി വന്നിട്ട് ഈ കാണുന്ന സ്ഥലത്തിന്റെ പേര് വന്നിട്ട് ശ്രീമന്ത ദ്വീപ് എന്ന് പറയും, അത് നവദ്വീപ്. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ലീലകൾ നടക്കുന്നത്. അപ്പോ അങ്ങനെ പാർവതി ദേവി വന്നിട്ട് അവിടെ വന്നിട്ട് ഭഗവാൻ വരുന്നതിന് മുന്നേ തന്നെ ഭഗവാൻ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് മായാദ്വീപിലുണ്ടെന്ന് പറയും. അതായത് ഇപ്പോഴും പോയാല് ജഗന്നാഥ് മന്ദിറില് പാർവതി ദേവിയും
ഗൗരംഗ മഹാപ്രഭു നിൽക്കുന്ന കാണാമെന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രഭുപാദ് ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ആരാണോ ഭഗവാനെ കാണാനായിട്ട് വളരെ ഇച്ഛയോടുകൂടി പശ്ചാത്തപിക്കുകയും പിന്നെ എങ്ങനെയാണ് വളരെ വളരെ ഇച്ഛയോടുകൂടി പരിശ്രമിക്കുക, തപസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാല് ഭഗവാൻ മായാശക്തിയെ മാറ്റുകയും ഭഗവാൻ സ്വയം പ്രകടമാക്കി അവരുടെ ആത്മസ്വരൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പറയാം. ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് ജഗദാസ് സ്വാമി മഹാരാജ് പറഞ്ഞത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മായാശക്തി തന്നെയാണ് നമ്മളെ ഭഗവാനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അകറ്റാനായിട്ട്. നോക്കിയാൽ മായ എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് മായ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനും ഇതുവരെ മായാശക്തി നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് സഹായിക്കുമെന്നുള്ളത് ഇതിനു മുന്നേ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടെങ്കിലും പ്രഭുപാദിന്റെ ഈ പർപ്പറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് ജനറലി ഉള്ള അണ്ടർസ്റ്റാൻഡിങ്, മായ എന്ന് പറഞ്ഞത് ഇല്യൂഷൻ ആണ്. എന്താണോ ഇല്ലാത്തത് അതിനെ നമുക്ക് ഉണ്ടെന്ന് കാണിക്കും. മരുഭൂമിയിൽ മരുപ്പച്ച എന്ന് പറയുന്ന പോലെ ദൂരെ ഒയാസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ദൂരെ വെള്ളം ഉള്ളതുപോലെ തോന്നും, എന്നാൽ അടുത്ത് ചെല്ലുമ്പോൾ വെള്ളം കാണത്തില്ല. ഇത് നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിനെ ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിക്കും. അപ്പോ ഇവിടെ എന്താണ് ചെയ്തത്? ഭഗവാന്റെ ശക്തി, ആ ശക്തിയെ പാർവതി ദേവിയുടെ പ്രയത്നം കൊണ്ടും പാർവതി ദേവിയുടെ തപസ് കൊണ്ടും പാർവതിദേവിയുടെ ആഗ്രഹം കൊണ്ടും ഭഗവാൻ എന്ത് ചെയ്ത് അന്തരംഗ ശക്തിയായിട്ട് വന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് മഹാരാജ് പറയുന്നതാണ്. ഒരു അന്തരംഗ ശക്തിയായിട്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തു, ദർശനം കൊടുത്തു. അതിനു മുന്നേ ഭഗവാൻ വരുന്നതിന് മുന്നേ തന്നെ പാർവതിദേവിക്ക് അവിടെ സേവനം ചെയ്യാനുള്ള അവസരം കൊടുത്തു. നവദ്വീപില് പാർവതിദേവി ആദ്യം വന്നത്, ഭഗവാൻ ഇൻവൈറ്റ് ചെയ്യാനേ വല്ല. അത് എന്തുകൊണ്ടാണ്? അത്രയ്ക്കും സ്നേഹത്തോടുകൂടി ഭഗവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എവിടെ വന്നത്? പാർവതിദേവി എവിടെയാണോ ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചത്, മനസ്സുരുചി പ്രാർത്ഥിച്ചത്, ആ പ്രയത്നം എടുത്തത്, അത് ആ സ്ഥലത്ത് ഭഗവാൻ വന്നു എന്നാണ് പറയുന്നത് മഹാരാജ്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് പ്രഭുപാദ് പറയാനുണ്ട് എങ്ങനെയാണ് നമുക്ക് കറണ്ട് വരുന്നത്. കറണ്ടിന്റെ ഇലക്ട്രീഷ്യൻ, പണി അറിയാന്നുള്ള ഇലക്ട്രീഷ്യൻ എന്ത് ചെയ്യും? ആ കറണ്ട് കൊണ്ട് ചൂട് ഉണ്ടാക്കും. ഹീറ്ററിൽ നമുക്ക്, അല്ലെങ്കിൽ അടുപ്പില്, സ്റ്റൗവില്, ഗ്യാസ് ഇലക്ട്രിക് നമുക്ക് ചൂടുണ്ടാക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? നമുക്ക് തണുപ്പ്, ഫ്രിഡ്ജിൽ വേണമെങ്കിൽ തണുപ്പ് ഉണ്ടാക്കും. എന്റെ എക്സാമ്പിൾ ആയിട്ട് പ്രഭുപാദ് ഇവിടെ പറയാണ്. അതുപോലെ തന്നെയാണ് ജനന മരണ ചക്രത്തിൽ നമ്മൾ എങ്ങനെയാണോ ഭഗവാനിൽ നിന്ന് ഈ മായാശക്തി കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നത്, അതേ മായാശക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഹെൽപ്പ് ചെയ്യും? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഭഗവാന്റെ ഭജിക്കുക, ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ ചെയ്യുക. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അവിഷ്ണശഃ സ്മരന്തി നന്ദന്തി തയേവ പശ്യന്തി അജിരേണ താവകം ഭവാ പ്രഭോ പരമം പദാംബുജം. 1:8:36 കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയിൽ വളരെ സീരിയസ് ആയിട്ട് പറയുന്നു, എങ്ങനെ നമുക്ക് ഭഗവാനെ കാണാം? അല്ലയോ കൃഷ്ണ, ആരാണോ അങ്ങയുടെ സർവാതിശയായ ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് നിരന്തരം അല്ലെങ്കിൽ മറ്റുള്ളവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുന്നത്, അവർക്ക് നിശ്ചയമായും ഈ ജനിമൃതിർ ഭാരമായ ഇഹലോക ബന്ധത്തിൽ നിന്നും മോചനനാകാൻ ഏകപ്രാപ്തിയുള്ള അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ ദർശിക്കാൻ കഴിയുന്നു. നമ്മൾ ഇതിനു മുന്നേ പല ശ്ലോകങ്ങളിലും പഠിച്ചിട്ടുണ്ട്. ഭഗവാനെ നമ്മുടെ ഈ എന്ത് പറയാൻ ചക്ഷു കൊണ്ട്, മാംസ ചക്ഷു കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഡിവോട്ടീസും പ്രഭുപാദും പറയാനുണ്ട്, നമുക്ക് ദർശനം കിട്ടും, ഭഗവാനെ കാണാൻ പറ്റും. അത് ഞാൻ വേറൊരു ഡിവോട്ടിയുടെ ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാനുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതിൽ ഒന്നുകൂടി ഞാൻ അത് വായിക്കാം. സർവാതിശയായ ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച്, ഭഗവാന്റെ ലീലകള്, നാമങ്ങള്, ഗുണങ്ങള്, ഇതിനെക്കുറിച്ച് ആരാണോ ഡിസ്കസ് ചെയ്യുന്നത്, ആരാണോ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് ഭഗവാൻ ദർശനം കൊടുക്കും, ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ ദർശനം കൊടുക്കും എന്ന് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ മാംസചക്ഷു കൊണ്ട് ദർശനം കിട്ടില്ല. ഭഗവാന് നമ്മള് 1:6:26 കേട്ടിട്ടുണ്ട്. ഭഗവാൻ പെർസോണിഫൈഡ് ബൈ സൗണ്ട് ആണ്. എന്താണ്? അഹം ഹരയത്തില്ല, ക്ഷമിക്കണം, 1:6:26 അതിൽ പറയുന്നത് പെർസോണിഫൈഡ് ബൈ സൗണ്ട്.
ഭഗവാന് സൗണ്ട് കൊണ്ടാണ് ഭഗവാന് നമ്മൾ പെർസോണിഫൈഡ് ബൈ സൗണ്ട് എന്ന് പറയുന്നത്. നാമരൂപത്തിലാണ് ഭഗവാൻ ഉള്ളത്. അൺസീൻ ബൈ ഐസ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറയാനുണ്ട്. മോസ്റ്റ് വണ്ടർഫുൾ സ്റ്റോപ്പ് സ്പീക്കിംഗ് എന്ന് നാരദ മുനി പറയുന്നു. നാരദ മുനിയുടെ ആ ശ്ലോകത്തിൽ പറയാനുണ്ട്. അപ്പോ ഏതാവതുക്തോ, ആ ശ്ലോകം എങ്ങനെ? ഏതാവതുക്തോ വരരാമ തന്മഹദ്ഭൂതം ന ഭൂലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാ മഹീയസേ ഹീഷ്ണാവനാമം വിദതേ അനുകമ്പിതഃ. അതിലെന്താണ് പറയുന്നത്? നമുക്ക് ഭഗവാനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഭഗവാൻ സൗണ്ട് രൂപത്തിലാണ് ഭഗവാൻ ഉള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഭഗവാനെ നമുക്ക് ദർശനം തരും. 1:24 പറയുന്നത് വെച്ച് കഴിഞ്ഞാല് 1:25 അനന്തരം ശബ്ദരൂപം പൂണ്ടവനും നേത്രങ്ങൾക്ക് അഗോചരന് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നാൽ സർവ്വതിശയമായ പരമാധികാരി അഭിസംബോധന ചെയ്ത് വിവരണം നൽകുന്നത് പര്യവസാനിപ്പിച്ചു. ഭഗവാൻ നാരദ മുനിക്ക് വന്നിട്ട് ഹൃദയത്തില് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ വന്ന് പറയണ, ഞാൻ ഇനി നിനക്ക് ദർശനം തരില്ല എന്നുള്ള സംസാരം കേട്ടതിന് ശേഷം നാരദ മുനി പറയുന്നതാണ്. അനന്തരം അന്തരംഗമായ ആനന്ദ നിവൃത്തിയിൽ കൃതജ്ഞയോടെ ഞാൻ ശിരസ് വണങ്ങി ഭഗവാനെ സാദരം പ്രണമിച്ചു. പ്രഭാത് ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ എന്താണ്? ഈ ശ്ലോകത്തിൽ പ്രഭാത് പറഞ്ഞതുപോലെ നമ്മുടെ എഫേർട്ട്, നമ്മൾ എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, നമ്മൾ എന്തുമാത്രം തപസ് ഭഗവാനെ കാണാനായിട്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെ ബലത്തിലായിരിക്കും ഭഗവാൻ നമുക്ക് ദർശനം തരുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഇന്നത്തെ ദിവസം ആദ്യം ഒരു നിമിഷം നമ്മളൊന്ന് 2 സ്റ്റെപ്പ് പുറകോട്ട് പോവുക. നമ്മളിപ്പോ ഈ കുറച്ചു നേരത്തേക്ക് നമ്മൾ മനസ്സിലാക്കുക, നമ്മള് ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ആദ്യം കുറച്ചു നേരത്തേക്ക് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. അതാണ് സത്യം. അതൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ, ഇത് മൊത്തത്തിൽ ഭൂമി നോക്കിക്കഴിഞ്ഞാൽ ഒരു നാടകത്തിന്റെ സെറ്റപ്പാണ്. അപ്പൊ ഡിവോട്ടി ക്ലാസ് എടുത്ത പ്രഭു പറയുന്നത്, നമുക്ക് ശരീരം കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വേറെ ശരീരമുള്ള ജീവാത്മാക്കളുണ്ട്. ഓരോരുത്തരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ മരണപ്പെടുന്നു, മരിച്ചു പോകുന്നു. കുറെ ആളുകൾ നമ്മുടെ ഫ്രണ്ടിൽ ജനിക്കുന്നു, കുറെ ജീവികൾ ജനിക്കുന്നു. ചിത്രശലഭങ്ങൾ, ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാവിലെ ജനിക്കുന്ന വൈകിട്ട് മരിക്കുന്നു. ഈലെന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ഈ മഴ സമയത്തൊക്കെ പെട്ടെന്ന് മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്ന പറക്കുന്നത്, അതിനൊക്കെ മണിക്കൂറുകൾ മാത്രമേ ആയുസുള്ളൂ. അത് മരിക്കുന്നു, അതടുത്ത ശരീരം എടുക്കുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ശാശ്വതമായ സത്യം എന്ന് പറയുന്നത്, ഈ ജനന മരണ ചക്രം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ആ ഒരു നാടകത്തിന് എല്ലാവരും വേഷമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ നോക്കാൻ നേരത്തെ എന്റെ കർമ്മീനെയും ഷിജുദാസ് എന്നുള്ള പേരിൽ ഞാൻ നിൽക്കുന്നു. മഹാരാജ് എനിക്കൊരു പേര് തന്നിട്ടുണ്ട്, സ്പിരിച്വൽ നെയിം സുദർശൻ ചക്രദാസ് എന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് പല കഥാമൃത് പ്രഭു, പരമാനന്ദ് പ്രഭു, പതിതഭാവൻ പ്രഭു, പല ഡിവോട്ടീസ് ഇതിനകത്ത് നമുക്കുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മൾ നോക്കാൻ നേരത്തെ നമുക്കറിയാൻ പറ്റും, നമ്മളെല്ലാവരും, നമുക്ക് അർമീ നെയിമുണ്ട്, പേരുണ്ട്. അതുപോലെ തന്നെ എന്ത് പറയാൻ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തില് ഒരു നാടകം പോലെയാണ്. നമ്മൾ രാവിലെ എഴുതിക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിലെ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിൽ പോകുന്നു. പക്ഷെ നമ്മൾ ഇത്രയും പുറകോട്ടൊന്ന് മാറി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇത് മൊത്തത്തില് ഒരു നാടകം പോലെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇത് മനസ്സിലാക്കാതെ കുറച്ച് എന്താ പറയാൻ, ഭഗവാന് വേണ്ടി നമ്മൾ എന്തുമാത്രം പ്രയത്നിക്കണം, അല്ലെ ഭഗവാന് ഈ പ്രഭാത് ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ തപസ് ചെയ്യണമെന്ന് പറയുന്നത്, നമുക്ക് ഈ നോളജ് ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ അതങ്ങ് മറന്നു. അത്രയ്ക്ക് പവർഫുൾ ആണ് മായയുടെ ഈ ശക്തിയെ പറയുന്നത് അവിദ്യ എന്നാണ് പറയുന്നത്. അവിദ്യ, വിദ്യ, പ്രധാനം എന്നുള്ള പേരിലാണ് പറയുന്നത്. അപ്പൊ അവിദ്യ എന്ന് പറയുന്ന ആ ശക്തിയില് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ മറവിപ്പിക്കുക. നമ്മളിപ്പോ മാല എഴുതി ജപിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നിട്ട് നമ്മൾ ആ ഫോണിൽ സംസാരിച്ച്, ആ ഫോൺ എടുത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമുക്ക് അപ്പോഴേ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൈ കൊണ്ട് തന്നെ നമ്മൾ എടുക്കും, നോട്ടിഫിക്കേഷൻ നോക്കും.
ആ നോട്ടിഫിക്കേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഡീവിയേറ്റ് ആയി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറക്കും. ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം, യൂട്യൂബ് ആയിരിക്കാം. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ഒരു ഡിവോഷന്റെ മെസ്സേജ് ആയിരിക്കും വരുന്നത്, നമ്മൾ അതായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് പടയെന്ന് പറഞ്ഞ് നമ്മൾ അടുത്തതിലോട്ട് പോകും, റീലിലോട്ട് പോകും. റീൽ എങ്ങനെയാണ്, നമ്മൾ എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഡിവോഷൻ റീലാണ് നമുക്ക് വരുന്നത്. നമ്മളെ മൈൻഡ് അനുസരിച്ചിട്ട് അൽഗോരിതം എല്ലാം റെഡിയാക്കി കമ്പനിക്കാർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എങ്ങോട്ട് പോകും, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോരോ റീലിലോട്ട് പോയി, അത് മെറ്റീരിയലിലോട്ട് പോയി, മെറ്റീരിയൽ റീലിലോട്ട് പോയി, നമ്മൾ പോലും അറിയാതെ മണിക്കൂറുകളും മിനിറ്റുകളും നമ്മളെ കയ്യിൽ നിന്ന് പോകും. മാല കയ്യിലിരിക്കുന്ന നമ്മളെ ശ്രദ്ധിക്കത്ത് കൂടിയില്ല. ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ശുദ്ധഭക്തന്മാര്, വളരെ സീരിയസ് ആയിട്ടുള്ള ഭക്തന്മാര് അത് മനസ്സിലാക്കിയിട്ട് അപ്പോഴേ തന്നെ മാറിപ്പോകും. അത് എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ പോകാൻ പറ്റുമെന്ന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ. പ്രഭാത് ഈ ശ്ലോകത്തിൽ വളരെ ക്ലിയറാ പറയുന്നത്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മായാദേവി ശമിക്കുന്നു. ആ മായാദേവി തന്നെ ഭഗവാന്റെ അടുത്ത് നമ്മുടെ പ്രയത്നവും നമ്മുടെ തപസ്സും കണ്ടിട്ട്, നമ്മുടെ ആ എഫേർട്ട് കണ്ടിട്ട് നമ്മളെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഒത്തിരി ഭക്തന്മാരുടെ കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. എന്താണ്, ധ്രുവ മഹാരാജ് ഒരുപാട് എത്ര 5 വയസ്സായ കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ എഫേർട്ട് കണ്ടിട്ട് ഭഗവാൻ വന്നു. ബ്രഹ്മദേവൻ കുഞ്ഞു കുട്ടിയായിരുന്നു, താമരയിൽ നിന്ന് തപഹ എന്ന കാര്യമായിട്ട് തപസ് ചെയ്തു. ആ എഫേർട്ട് കണ്ടിട്ട് ഭഗവാൻ വന്നു. ഒരു എക്സാമ്പിൾ പറയുന്നത് വാസുദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, വാസുദേവ ബ്രാഹ്മണൻ വന്നിട്ട്, അദ്ദേഹം വന്നിട്ട് നല്ല ക്ഷീണിച്ച് കഴിക്കാനും ഭക്ഷണവും ഒന്നും ഇല്ലാതെ, അദ്ദേഹത്തിന് മുറിവുകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ മുറിവുകളൊക്കെ വന്നിട്ട് അതിന്ന് പൊട്ടിയിട്ട് പുഴുക്കളൊക്കെ തന്നെ പുറത്തോട്ട് വരുന്നത്, കീടയൊക്കെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് മോശമായ കണ്ടീഷനിൽ ആരും അടുത്ത് പോവില്ല. പക്ഷെ ബ്രാഹ്മണനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വളരെ, ഇത് മഹാപ്രഭുവിന്റെ സമയത്ത്, ചൈതന്യ മഹാപ്രഭു അവതരിച്ച സമയത്തുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ, അപ്പൊ അദ്ദേഹം കേൾക്കും ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ഭയങ്കര ആഗ്രഹം. ഭയങ്കര ആഗ്രഹം വെച്ചാൽ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടോളൂ. അദ്ദേഹം ഈ വയ്യായത്ത അവസ്ഥയിൽ ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് നടന്ന് ചെല്ലുമ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ നിന്ന് പോകും. ചൈതന്യ മഹാപ്രഭു നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു ഒരു സമയത്തും ഒരു സ്ഥലത്ത് അധികകാലം നിൽക്കത്തില്ല. ജഗന്നാപുരിയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഇങ്ങനെ അതേ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തെല്ലാം വന്നിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്, വർക്കലയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പാസ് ചെയ്ത് പോയ വഴികളിൽ എല്ലാ സ്ഥലത്തും നാമകെട്ടുകൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ജയസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ വളരെ നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചൈതന്യ മഹാപ്രഭു ഏതൊക്കെ വഴിയാണോ പോയിട്ടുള്ളത് അവിടെ എല്ലാം നാമം പ്രചരം നടക്കുന്നുണ്ട് ഇപ്പൊ. അപ്പോ ചൈതന്യ മഹാപ്രഭു ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ബ്രഹ്മസംഹിത അദ്ദേഹം വന്നിട്ട് ആദികേശവ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് എടുത്തത്, നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം അങ്ങ് പോയി. അപ്പൊ ഈ ബ്രാഹ്മണൻ വന്നിട്ട്, വാസുദേവ ബ്രാഹ്മണൻ വന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം. കാരണം ചൈതന്യ മഹാപ്രഭു പോയി, അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭു കാണാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് വിഷമം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഭയങ്കരമായിട്ട് കരയും, നെഞ്ചു പൊട്ടി കരയും എന്നാണ് പറയണത്. അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ കരയും, ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സിൽ ധ്യാനിച്ച്. കാരണം അദ്ദേഹത്തിന് അറിയാം രാധാറാണിയും ശ്രീകൃഷ്ണനുമായിട്ടുള്ള നിർമ്മിച്ചുള്ള അവതാരണം, കൃഷ്ണപ്രേമം കൊടുക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കരയാണ് വാസുദേവ ബ്രാഹ്മണൻ. പറയുന്ന സമയത്ത് അതിൽ ഡിവോട്ടി മെൻഷൻ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ദർശനം കൊടുത്തു, റിയലായിട്ട് വന്നു എന്നാണ്. പക്ഷെ ചൈതന്യ വേറൊരു സ്ഥലത്തുണ്ട്, അദ്ദേഹം അവിടെ ലീലകൾ നടന്ന് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഈ വാസുദേവ ബ്രാഹ്മണനെ വന്ന് ദർശനം കൊടുത്തിട്ട് വാസുദേവ ബ്രാഹ്മണനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഡിവോട്ടീസ് നോക്കുന്നത് പോയ ചൈതന്യ മഹാപ്രഭു പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ഈ വാസുദേവ ബ്രാഹ്മണനെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഹഗ്ഗിയും ആലിംഗനം ചെയ്യുകയും ചെയ്യും, കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പം അദ്ദേഹത്തിന് സന്തോഷം സഹിക്കാൻ വയ്യ. കെട്ടിപ്പിടിക്കുമ്പോ ഈ വാസുദേവ ബ്രാഹ്മണന്റെ ദേഹത്തുള്ള മുറിവുകളെല്ലാം മാറുന്നു. അത്രയും നേരം പൊട്ടി പഴുപ്പെല്ലാം ഒലിച്ച് പുഴുക്കളായിരുന്ന ശരീരം മാറി അദ്ദേഹം ഗോൾഡൻ കളറാവും. ചൈതന്യപ്രഭുവിന്റെ കളർ എങ്ങനെയാണ്? ഗോൾഡൻ കളറാണ്. അതുപോലെ ഇദ്ദേഹം വന്നിട്ട് ഗോൾഡൻ കളറാവും. അദ്ദേഹത്തിന് കൃഷ്ണപ്രേമം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളും നമ്മുടെ ലൈഫിൽ നടക്കും ഇത്. ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്കാണ്, ഇത് നമ്മുടെ ലൈഫിലും നടക്കും. ഇത് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും നടക്കുന്ന കാര്യമാണ്. ഇന്ന് ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കുക, ഈ ജന്മം നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. അത് നമ്മുടെ ഭക്തിയും നമുക്ക് നമ്മുടെ ഗുരുമഹാരാജിന്റെ കൂടെയുള്ള പ്രേമവും ആ സേവയാണ്. ഇപ്പൊ പ്രഭുപാദ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ എഫേർട്ട് നമ്മൾ ഇടുക, നമ്മൾ അതിനു വേണ്ടി തപസ് ചെയ്യുക. നമ്മുടെ തപസ് എന്താണ്? മംഗളാരതി ചെയ്യുക, ഹരിനാമം ജപിക്കുക, ഭഗവത്ഗീത ഭാഗവതം വായിക്കുക, സത്സംഗത്തിൽ ഭക്തന്മാരുമായിട്ട് കൂടുതൽ അസോസിയേഷൻ ചെയ്യുക, നാമപ്രചരണത്തിന് സഹായിക്കുക, ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോവുക, പ്രഭുപാദിന്റെ ഈ മിഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ആ ഓരോ എഫേർട്ടിനും മായാദേവി നമ്മളെ ഭഗവാനിൽ നിന്ന് മാറ്റിക്കൊണ്ടല്ല പോകുന്നത്. മായാദേവി വന്നിട്ട് നമ്മളെ ഭഗവാനിലോട്ട് ചേർത്ത് നിർത്തും. ഭഗവാനിലോട്ട് ചേർത്ത് നമ്മളിപ്പോ മായയിലായി പോയാലും മായാദേവി എന്ത് പറയും? സമയമല്ല, നമ്മളെ ഓർമ്മിപ്പിക്കും, നീ കൃഷ്ണന്റെ അടുത്ത് പോകണം. നമ്മൾ ഈ ഇടുന്ന എഫേർട്ടിന് മായാദേവി നമ്മളെ സഹായിക്കും എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഭഗവാൻ വന്നിട്ട് ഭഗവാൻ എങ്ങനെ ട്രാൻസ്ഫോർ ചെയ്യാൻ പറ്റും? ദേവദാസ മഹാരാജ് പറയുന്നത്, ഒരു ഭക്തൻ വന്നിട്ട് ചോദിക്കും, ഈ ക്ലാസ് പ്രഭുപാദിന്റെ ചോദിക്കും, ഭഗവാൻ ഭയങ്കര ശക്തനല്ലേ? അതെ, ശക്തനാണ്. ഭഗവാൻ എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഒരു വലിയ പാറയെ സൃഷ്ടിക്കണം. ആ പാറ ഭഗവാൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാറയെ ഭഗവാൻ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പ്രഭുപാദിന്റെ അടുത്ത് ചോദിക്കും. പ്രഭുപാദ് പറയും, തീർച്ചയായും ഭഗവാൻ ആ പാറ സൃഷ്ടിക്കും. ഭഗവാൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാറ സൃഷ്ടിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? ആ പാറ എടുക്കും. അതാണ് ഭഗവാൻ എന്തും ചെയ്യാൻ പറ്റും, ഏതും ചെയ്യാൻ പറ്റും. അതാണ് ഭഗവാന്റെ ബാഹ്യ ശക്തിയായിട്ടുള്ള മായാദേവിയെ ഭഗവാൻ ഈ എഫേർട്ട് കണ്ടിട്ട് എന്ത് ചെയ്യും? അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അന്തരംഗ ശക്തിയാക്കും. എങ്ങനെയാണോ പാർവതി ദേവി അന്തരംഗ ശക്തിയെ കണ്ടതും അന്തരംഗ ശക്തിയായി മാറിയതും അന്തരംഗ ശക്തിയായി അസോസിയേറ്റ് ചെയ്തതും ചൈതന്യ അസോസിയേറ്റ് ചെയ്തതും ഭക്തി കിട്ടിയതും, അതുപോലെ നമ്മൾ ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെ അസോസിയേഷൻ കിട്ടും. ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണോ ആലിംഗനം ചെയ്തത്, കൃഷ്ണൻ എങ്ങനെയാണോ ഓരോരുത്തരെയും ആലിംഗനം ചെയ്തത്, ഇപ്പൊ മുജുകുന്ദൻ എങ്ങനെയായിരുന്നു? മുജുകുന്ദൻ ഉറങ്ങുകയായിരുന്നു. ഭഗവാൻ ചെന്നിട്ട് ചവിട്ടി ഉണർത്തി ഭഗവാൻ ദർശനം കൊടുത്തു. എനിക്ക് മുജുകുന്ദന് ദർശനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പോയി തട്ടി ഉണർത്തി ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. നാരദ മുനിക്ക് എങ്ങനെയായിരുന്നു? മാർക്കണ്ഡേയ മുനി മരണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന മാർക്കണ്ഡേയ മുനിക്ക് ഭഗവാൻ ആലിലയിൽ ഒഴുകി വന്ന് തള്ളവിരലിങ്ങനെ കാലിലെ തള്ളവിരല് വായിൽ വെച്ചിട്ട് വന്ന് ദർശനം കൊടുത്തു മാർക്കണ്ഡേയ മുനിക്ക്, അല്ലേ? അപ്പൊ ഇത് ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാൻ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്. ഭഗവാൻ വിചാരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ദർശനം. ഭഗവാൻ വിചാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ അടുത്തേക്കുള്ള എഫേർട്ട് നമ്മൾ ഇടണം. ഈ പറഞ്ഞതുപോലെ ഓരോ സേവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ വരുന്ന ഞായറാഴ്ച നമുക്കൊരു നഗരസങ്കീർത്തനം, ഒരു അമ്പലത്തിൽ നഗരസങ്കീർത്തനവും കാര്യങ്ങളുണ്ട്. സൺഡേ ആണ്. സംഘർഷം ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും പങ്കെടുക്കുക, ആ എഫേർട്ട് ഇടുക. നമുക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യണം. എല്ലാവരും എഫേർട്ട് ഇടുക. കാണുന്നവർ എല്ലായിടത്തും ഹരിനാമം ജപിക്കാൻ പറയുക. സൺഡേ പ്രോഗ്രാമിന് നമ്മൾ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുക. സൺഡേ പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് നമ്മൾ കൃഷ്ണപ്രസാദം കൊടുക്കുന്നു, ഭാഗവത കഥ പറഞ്ഞു കൊടുക്കുന്നു, ഹരിനാമത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു, സാക്ഷാൽ ജഗന്നാഥ് ബലദേവ് സുഭദ്രമായിട്ട് ദർശനം കൊടുക്കുന്നു. ഇതിനും വലിയ കാര്യം വേറെ ഇല്ല. അപ്പൊ എല്ലാവരും എഫേർട്ട് ഇടുക. എല്ലാവരും ശ്രീ രാധാ നീൽമാധവ സത്സംഗത്തിൽ വരിക, ഭഗവാന്റെ ദർശനം എടുക്കാൻ വരിക. നിങ്ങൾക്ക് ഇപ്പൊ രാധാ നീൽമാധവ സത്സംഗത്തിൽ വരാൻ ദൂരെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഏതൊക്കെയാണോ സെന്റർ ഉള്ളത് അവിടെ പോവുക. തൃപ്പാദപുരത്ത് 2 സെന്റർ ഉണ്ട്. ടെക്നോ പാർക്കിനടുത്ത് ഗീത യോഗ സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൃപ്പാദപുരം പതിതവാൻ നാമഹട്ട ഉണ്ട്. തൈക്കാട് നമുക്ക് സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ പള്ളിച്ചിൽ നമ്മുടെ മെയിൻ സെന്റർ ഉണ്ട്. നമ്മളെല്ലാവരും നാമഹട്ടയാണ്. മെയിൻ സെന്റർ പള്ളിച്ചിലാണ്. അവിടെ പോവുക. നമുക്ക് എവിടെ ദർശനം കിട്ടുമോ നമ്മൾ അവിടെ ഭഗവാന്റെ ദർശനം എടുക്കുക, ഭഗവാന്റെ സേവ ചെയ്യുക. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ടൈമായി. അപ്പൊ എല്ലാവരും ഇന്നത്തെ ശ്ലോകത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത്. ഭഗവാന് വേണ്ടി നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താനുള്ള എഫേർട്ട് നമ്മൾ ഇടുക. മായാദേവി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാനിൽ നിന്നും അകറ്റാതെ നമ്മൾ ഓരോരുത്തരും ഇടുന്ന എഫേർട്ട് കണ്ടിട്ട് മായാദേവി നമ്മളെ ഭഗവാനിലേക്ക് അടുക്കാനായിട്ടുള്ളത് എല്ലാ ഉചിതമായ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും അവരവരുടെ ഗുരുമഹാരാജിനടുത്തും സീനിയർ വൈഷ്ണവരടുത്തും പ്രാർത്ഥിക്കുക. നമുക്ക് ഭഗവാന്റെ അടുത്ത് ഓരോ ദിവസവും ഓരോ നിമിഷം എത്താൻ പറ്റട്ടെ എന്ന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുദർശന ചക്ര പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ക്ലാസ്സിനൊന്നും കേറാനുള്ള ഇതായില്ല. ഡോക്ടേഴ്സ് പറയണം 3 മാസം കഴിയട്ടെ എന്നാണ്. പിന്നെ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ കേറി, അതുകൊണ്ട് ഒരു തുടക്കം പോലെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. അതുകൊണ്ട് ക്ലാസ്സിന് കേറാനൊന്നും വയ്യ. എങ്കിലും ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ ഇത് ഞാനൊരു പർപ്പോട്ടിൽ പറയുന്ന ഭൗതിക പുരോഗതിയാകുന്ന ഇന്ദ്രിയാസ്വാദനത്തിൽ പൂർണ്ണമായും ആകുന്ന ആരൊക്കെയെന്നാ പറയുന്ന സാമൂഹിക സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞർ, സാംസാരിക കവികൾ, സൈദ്ധാന്തിക ദാർശനികർ, രാഷ്ട്രീയക്കാർ എന്നിവർ ഭൗതിക ശക്തികളുടെ കളിപ്പാവകളാകുന്നു. പരിത്യജിക്കേണ്ട ഭൗതിക വിഷയങ്ങളുള്ള സ്ഥലങ്ങളിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ശ്രീധര സ്വാമികളുടെ അഭിപ്രായം അനുസരിച്ച് വ്യഭിചാര വേട്ടക്കാരന്റെ ആനന്ദമാണത്.
എന്നാൽ മാനവകർമ്മങ്ങളുടെ അന്തസത്ത ഗ്രഹിച്ച പരമഹംസർ ഭഗവത് മാഹാത്മ്യങ്ങൾ വിശദീകരിക്കുന്ന സാഹിത്യങ്ങൾ ആസ്വദിക്കുന്നു. അപ്പൊ നമ്മൾ അത്തരക്കാരല്ലേ, നമ്മൾ കാക്കകളല്ലല്ലോ. നമ്മള് രാജഹംസങ്ങളല്ലേ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ സന്തോഷം. മാതാജി ഫുൾ സ്ട്രെങ്ത്തിൽ തിരിച്ചു വന്നത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ മാതാജി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ ഡിവോട്ടീസിനും ഇപ്പൊ സന്തോഷം ഉണ്ടായിരിക്കും. കാരണം ഭാഗവതം ക്ലാസ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും നമ്മുടെ സ്വന്തം അമ്മയായിട്ട് മാതാജി നമ്മൾ എല്ലാവരെയും ഗൈഡ് ചെയ്യാറുണ്ട്. വന്നതിൽ വളരെ സന്തോഷം മാതാജി. ഒരു പരമ ഭക്തയുടെ അസോസിയേഷൻ നമുക്ക് വീണ്ടും ഭാഗവതം ക്ലാസ്സിൽ കിട്ടി തുടങ്ങി. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു സോ മച്ച്. അയ്യ, നാളെ തൊട്ട് കേറാൻ പറ്റുമെന്നൊന്നും തോന്നണില്ല. ഇന്നത്തിരി എഫേർട്ട് എടുത്തു, അതാണ്. ശരി ചക്ര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും Thank you. എന്റെ പ്രണാമങ്ങൾ. ഹരേ ഹരി കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ചക്ര പ്രഭു, താങ്ക് യു സോ മച്ച്. ഹരേ വൃന്ദാനേശ്വര കൃഷ്ണ. മാജി, താങ്ക് യു മാജി. വീണ്ടും ക്ലാസ്സിൽ കയറി മാജിയുടെ റിയലൈസേഷൻസ് കേൾക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു ചക്ര പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ചക്രപ്രഭു, വളരെ നന്ദി, വളരെ സന്തോഷം. കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രഭു ക്ലാസ് എടുക്കണം. താങ്ക് യു ചക്രദാസ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ മാജിയുടെ സൗണ്ട് അതിലേ ഉള്ളു, എനിക്ക് ഓർമ്മയാളേ ഇല്ല. പക്ഷെ ആ സ്വരത്തിലൂടെ പഴയ നല്ല ഏതോ നന്നായിട്ട് അറിയുന്ന ഒരു പരിചിതമായ ഒരു വോയിസ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ ഈ വളരെ റീസെന്റ് ആണ് ഞാൻ ഇതിലിങ്ങനെ ഇടയ്ക്ക് സത്സംഗമൊക്കെ കേൾക്കുന്നത്. അപ്പൊ വളരെയധികം നന്ദി. നന്നായിട്ട് എല്ലാവരുടെയും അസുഖം മാറി സുഖം പ്രാപിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. മാതാജിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പ്രഭുവിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നല്ലൊരു ക്ലാസ്. ഭഗവാൻ അങ്ങനെയൊക്കെ നമ്മളെ ആലിംഗനം ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊക്കെ എന്താ അല്ലേ ഭാഗ്യം. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ കൃപ. ഹരേ കൃഷ്ണ മാതാജി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, ടൈമായി. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു ആൾ. ഹരേ കൃഷ്ണ.